ഹലോ എവ്രി വൺ വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സൊല്യൂഷൻ ആണ്. ഇത് മോഡ്യൂൾ 1 ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ഹൈബ്രിഡ് പൈ മോഡൽ ഓഫ് BJT ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ലാസ്റ്റ് വീഡിയോയിൽ ട്രാൻസിസ്റ്ററിന്റെ RE മോഡൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു RE മോഡൽ ഡ്രോ ചെയ്തു. അപ്പൊ അതിനകത്ത് വരുന്നത് 3 ടെർമിനൽസ്, ബേസ്, കളക്ടർ, എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കും. അതുപോലെ ഇൻപുട്ട് സൈഡിൽ IB കറണ്ട്, ബീറ്റ RE, അതുപോലെ ഒരു ഡിപ്പെൻഡന്റ് സോഴ്സ് ബീറ്റ IB. ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വാച്ച് ചെയ്യുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. ഇത് ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് ഹൈബ്രിഡ് പൈ മോഡൽ ഓഫ് BJT ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഡ്രോ ചെയ്താൽ മതി. ഇതേ സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സൈഡ് ഡ്രോ ചെയ്യുക. ഓക്കെ, ഇൻപുട്ട് സൈഡ്. ഇൻപുട്ട് സൈഡിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R⁻ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, R⁻ റെസിസ്റ്റൻസ്. ഇനി നെക്സ്റ്റ് വരുന്നത് 3 ടെർമിനൽസ് കാണും. ഈ ഒരു ടെർമിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ടെർമിനൽ, ദെൻ കളക്ടർ, എമിറ്റർ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് എമിറ്റർ ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇത് ഹൈബ്രിഡ് പൈ മോഡലാണ്. ഹൈബ്രിഡ് പൈ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം കോമ്പിനേഷൻ ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്ക് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഡിഫറെന്റ് ഒരു പോർട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു പെയർ ഓഫ് ഇൻപുട്ടും കാണും, പെയർ ഓഫ് ഔട്ട്പുട്ടും കാണും. അതുപോലെ വോൾട്ടേജ് V1, ഔട്ട്പുട്ട് വോൾട്ടേജ് V2, കറണ്ട് എന്ന് പറയുന്നത് പോർട്ട് 1 കറണ്ട് I1, പോർട്ട് 2 കറണ്ട് ഇൻസൈഡിലോട്ടാണ് I2. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് വെച്ചിട്ട് നമുക്ക് Z പാരാമീറ്റർ, Y പാരാമീറ്റർ, H പാരാമീറ്റർ, അതുപോലെ ABCD പാരാമീറ്റർ, ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് നമ്മൾ നെറ്റ്വർക്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു നെറ്റ്വർക്കാണ് H പാരാമീറ്റർ. ആ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഈ ഹൈബ്രിഡ് പൈ മോഡൽ എന്ന് പറയുന്നത്. ഇതൊരു പൈ ഷേപ്പിലായതുകൊണ്ടാണ് ഇതിന് ഹൈബ്രിഡ് പൈ മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു കേസിൽ RE മോഡലിന്റെ കേസിൽ ഡിപ്പെൻഡൻസ് കറണ്ട് സോഴ്സ് ആയിരുന്നു വന്നത്. ഇവിടെ നമ്മൾ ഇതിനകത്ത് ട്രാൻസ് കണ്ടക്ടൻസ് ഉള്ളൊരു ടേം യൂസ് ചെയ്യും. ട്രാൻസ് കണ്ടക്ടൻസ് നമ്മൾ നോർമലി GM കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ ഡിപ്പെൻഡൻസ് സോഴ്സ് കാണും. അപ്പോൾ അതിനകത്ത് ട്രാൻസ് കണ്ടക്ടൻസ് ടേം GM ഇൻറ്റു V⁻. ഓക്കെ, ഈ ഒരു ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് കാണും. അതുപോലെ ഔട്ട്പുട്ടിൽ നമ്മൾ ഒരു ഹൈ റെസിസ്റ്റൻസ്, ഓക്കെ, അതിന് നമ്മൾ RO കൊണ്ട് ഡിനോട്ട് ചെയ്യും. ആ ROയുടെ യൂസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ RE മോഡലിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ജസ്റ്റ് 3 മാർക്സ് ചോദിച്ചിട്ട് പ്രോബ്ലം ആണ്. അപ്പം ഈ ഹൈബ്രിഡ് പൈ മോഡൽ വരയ്ക്കണം. അപ്പം 3 ടെർമിനൽസ് വരയ്ക്കുക, എമിറ്റർ ഗ്രൗണ്ട് ചെയ്യുക, ഇൻപുട്ട് സൈഡിൽ റെസിസ്റ്റൻസ് R⁻, വോൾട്ടേജ് എന്തായിരിക്കും V⁻ ആയിരിക്കും. ഇനി ഔട്ട്പുട്ട് സൈഡ് വരുമ്പോഴത്തേക്ക് ട്രാൻസ് കണ്ടക്ടൻസ് ടേം വരും. GM ഈക്വൽ ടു ബീറ്റ ഡിവൈഡ് ബൈ R⁻ ആണ് ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. VB എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. GM ട്രാൻസ് കണ്ടക്ടൻസ് ആണ്. R⁻ എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. V⁻ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു മോഡൽ വരയ്ക്കുക, ഇതിനകത്തുള്ള ഡിഫറെന്റ് ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ GMന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ ഡിവൈഡ് ബൈ R⁻ എഴുതുക. 3 മാർക്സിന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഈ ഹൈബ്രിഡ് പൈ മോഡൽ വെച്ചിട്ടുള്ള അനാലിസിസ് ഉണ്ട്. അത് നമ്മൾ ലേറ്റർ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസി.